പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം. 12ാം ക്ലാസ് അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഈ പാഠത്തിൻ്റെ 12ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാന വീഡിയോ ഭാഗമാണിത്. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യട്ടെ. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അഡ്മിഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ സമയത്തോ അല്ലാതെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നിലവിലുള്ള പാർട്ട്നേഴ്സ് മാറ്റം വരുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. ആ രീതിയിലും റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കാറുണ്ട്. ഒരു പങ്കാളിത്ത സ്ഥാപനത്തിന് പുനഃസംഘടന പങ്കാളികൾ തമ്മിലുള്ള ലാഭ അനുപാതത്തിൽ മാറ്റം വരുന്നതിലൂടെ സംഭവിക്കാറുണ്ട്. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാന പാഠഭാഗവും അതുതന്നെയാണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ among the existing partners. നിലവിലുള്ള പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് എന്തൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുത്തേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിർവഹിക്കേണ്ടതായിട്ടുള്ളത്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലൂടെയും റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു പങ്കാളിത്ത സ്ഥാപനത്തിന് പുനഃസംഘടന നടക്കുന്നു. സോ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. Sometimes the partners of a firm decide to change their existing profit sharing ratio without any admission or retirement of a partner. നമുക്കറിയാം, പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന അവസരങ്ങളിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരാറുണ്ട്. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്കൂടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നൽകുന്നതിനാൽ നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരും. എന്നാൽ ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഒരാൾ റിട്ടയർ ചെയ്യാതെ തന്നെയോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്താറുണ്ട്. ഉദാഹരണമായിട്ട് എയും ബിയും സിയും പാർട്ട്നേഴ്സായിട്ടുള്ളൊരു ബിസിനസ്സിൽ അവർ 3:2:1 ആയിരുന്നു പ്രോഫിറ്റ് ഷെയർ ചെയ്തിരുന്ന റേഷ്യോ. എന്നാൽ 2020 ജനുവരി 1-ാം തീയതി മുതൽ അവർ തുല്യ പങ്കാളികളാകാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്ട്നേഴ്സ് ആകാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ന്യൂ റേഷ്യോ 1:1:1 ആയി മാറുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഒരു മാറ്റം നടപ്പിലാക്കുകയാണെങ്കിൽ അതിലൂടെയും റീകോൺസ്റ്റിറ്റ്യൂഷനാണ് നടക്കുന്നത്. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്നതുപോലെ പല അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇത്തരത്തിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുമ്പോഴും നടപ്പിലാക്കേണ്ടതുണ്ട്. ദിസ് റിസൾട്ട്സ് ഇൻ എ ഗെയിൻ ഓഫ് അഡീഷണൽ ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം ഫോർ സം പാർട്ട്നേഴ്സ് വൈൽ ലോസ് ഓഫ് എ പാർട്ട് ദെയറോഫ് ഫോർ അതർ പാർട്ട്നേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എപ്പോൾ മാറ്റം വരുത്തിയാലും ചില പാർട്ട്നേഴ്സിന് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ കുറവ് സംഭവിക്കാം. എന്നാൽ മറ്റു ചില പാർട്ട്നേഴ്സ് ആകട്ടെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഒരു ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൂടുതൽ ലഭിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുമ്പോൾ അതിലൂടെ ചില പാർട്ട്നേഴ്സിന് അവരുടെ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ഒരു ഗെയിൻ ലഭിക്കാറുണ്ട്. അത് മറ്റു പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസ് സംഭവിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വന്നുകൊണ്ട് അവിടെ മറ്റു ചിലർക്ക് ഗെയിൻ ലഭിക്കുന്നു. സോ വെനെവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് ചേഞ്ച്ഡ്, സം പാർട്ട്നേഴ്സ് മേ ഗെയിൻ ദെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ്. അറ്റ് ദ സെയിം ടൈം സം പാർട്ട്നേഴ്സ് മേ കോസ് എ ലോസ് ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ്. അപ്പോൾ ചിലർക്ക് സാക്രിഫൈസ് ഉണ്ടാകുന്നു, ചിലർക്കാകട്ടെ ഗെയിൻ ഉണ്ടാകുന്നു. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റം വരുത്തുമ്പോഴും അവിടെ
ഗെയിൻ അല്ലെങ്കിൽ സാക്രിഫൈസ് പാർട്ട്നേഴ്സിനുണ്ടാകാറുണ്ട്. Any change in the profit sharing ratio, like admission of a partner, may also involve adjustments in respect of revaluation of assets and liabilities, treatment of goodwill, transfer of accumulated profit or losses, etc. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് വിവിധ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം സംഭവിക്കുമ്പോഴും അവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിനാൽ ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പല അഡ്ജസ്റ്റ്മെൻറ്റ്സും നടത്തേണ്ടതുണ്ട്. അവിടെയും ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ റീവാലുവേഷൻ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസ് അല്ലെങ്കിൽ റിസർവിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓൾ ദീസ് ആർ ഡൺ ഇൻ ദ സെയിം വേ ആസ് ഇൻ ദ കേസ് ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, എക്സെപ്റ്റ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. അപ്പോൾ അഡ്മിഷൻ ഓഫ് പാർട്ട്ണറുടെ കേസിൽ വിവിധ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിർവഹിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അത്തരം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റം വരുത്തുമ്പോഴും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറുമായിട്ട് ഏറെക്കുറെ ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുമ്പോഴും ഉണ്ടാകുന്നത്. ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. കാരണം നമുക്കറിയാം, ഇവിടെ പുതിയ പാർട്ട്ണർ വരുമ്പോൾ ഗുഡ്വിൽ തൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരുന്നത് പോലെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. എന്നാലും ഗുഡ്വില്ലിൻ്റേതായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ആവശ്യമുണ്ട്. കാരണം ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ചിലർക്ക് കുറവ് വരികയും എന്നാൽ ചിലർക്ക് അതിലൂടെ ഗെയിൻ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും, റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണെങ്കിലും, റിസർവ്സ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിലും, അത്തരത്തിലുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അഡ്മിഷൻ പോലെ തന്നെയാണ് റിട്ടയർമെൻറ്റ് ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുമ്പോഴും നിർവഹിക്കുന്നത്. അപ്പോൾ ഗുഡ്വില്ലിൽ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടത്? ആ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മാത്രമാണ് ഇവിടെ മാറ്റമുള്ളത്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറുമായിട്ട് ഒരു മാറ്റമുള്ളത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ മാത്രമാണ്. In case of change in profit sharing ratio, the loss or gain in the value of goodwill will have to be adjusted. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം ഉണ്ടാകുമ്പോഴും ഗുഡ്വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അനിവാര്യമാണ്. For the adjustment of goodwill, the gaining partner should compensate the sacrificing partners. The amount of compensation is determined as the gain in the firm's goodwill as a result of change in the profit sharing ratio. അപ്പോൾ ഇവിടെ നമുക്കറിയാം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റുന്നതിലൂടെ ചില പാർട്ട്നേഴ്സിന് ഗെയിൻ ലഭിക്കുന്നു. ആ ഗെയിനിങ് പാർട്ട്ണർ അല്ലെ നേട്ടം ലഭിക്കുന്ന അല്ലെങ്കിൽ തുടർന്ന് കൂടുതൽ ലാഭം ലഭിക്കുന്ന പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ പഴയതിൽ നിന്നും കൂടുതലായിട്ട് ലാഭം ലഭിക്കുന്ന പാർട്ട്നേഴ്സ്, അവരാണ് ഗെയിനിങ് പാർട്ട്നേഴ്സ്. ആ ഗെയിനിങ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? നഷ്ടപരിഹാരം കൊടുക്കണം. ആർക്ക്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന്. ആരാണോ വിട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ തുടർന്ന് ലാഭത്തിൽ കുറവ് സംഭവിക്കുന്നത് അവരാണ് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ്. ആ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ഗെയിനിങ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നേട്ടമുണ്ടാകുന്ന പാർട്ട്നേഴ്സ് കോമ്പൻസേറ്റ് ചെയ്യണം. കാരണം ഗുഡ്വില്ലിൽ അവിടെ കുറവ് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ കുറവ് സംഭവിക്കുന്നു. തങ്ങൾക്ക് തുടർന്ന് എന്താണ്? ഗുഡ്വില്ലിൽ കുറഞ്ഞ ഓഹരിയെ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുമ്പോൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് ഫേമിൻ്റെ മൊത്തം ഗുഡ്വില്ലും അവിടെ പാർട്ട്ണർ ഗെയിൻ ചെയ്യുന്നതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് അവിടെ ഫേമിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുമ്പോഴുള്ള കോമ്പൻസേഷൻ തീരുമാനിക്കുന്നത്. നമുക്കറിയാം, ഫേമിൻ്റെ ഗുഡ്വിൽ ആ സമയത്ത് വാല്യൂ ചെയ്യണം. അപ്പോൾ ഫേമിൻ്റെ ഗുഡ്വില്ലിൽ അവിടെ ഏത് പാർട്ട്ണറാണോ ഗെയിൻ ചെയ്യുന്നത് ആ ഗെയിൻ ചെയ്യുന്ന പാർട്ട്നേഴ്സിൻ്റെ ഓഹരിയാണെന്ത് അവർ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത്. ഗുഡ്വില്ലിൽ ആ ഗെയിൻ ചെയ്യുന്ന പോർഷനാണ് അവിടെ ഗെയിനിങ് പാർട്ട്നേഴ്സ് നഷ്ടപരിഹാരമായിട്ട് കോമ്പൻസേഷനായിട്ട് നൽകേണ്ടത്. അപ്പോൾ അത് തന്നെ ഫേമിൻ്റെ ഗുഡ്വിൽ നിർണ്ണയിച്ചതിന് ശേഷം അവിടെ ഓരോ പാർട്ട്ണറും ഗെയിൻ ചെയ്യുന്നത് എത്രയാണെന്ന് നോക്കണം. അവരുടെ ഗെയിനിന് ആനുപാതികമായിട്ടുള്ള തുകയാണ് അവർ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത്. ആർക്ക് കൊടുക്കണം?
സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് അവിടെ നഷ്ടപരിഹാരം കൊടുക്കണം. അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുന്നതിലൂടെ നഷ്ടം സംഭവിക്കുന്ന പാർട്ട്നേഴ്സിന് അവിടെ നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ അധിക ലാഭം ലഭിക്കുന്ന പാർട്ട്നേഴ്സ് ഒരു നഷ്ടപരിഹാര തുക ഗുഡ്വില്ലിൻ്റെ പേരിൽ കൊടുക്കേണ്ടതുണ്ട്. The amount of goodwill is adjusted by crediting sacrificing partners and debiting gaining partners with appropriate amounts. അപ്പോൾ ഇത്തരത്തിൽ ഗുഡ്വില്ലിൻ്റെ തുക കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോമ്പൻസേഷനായിട്ട് നൽകേണ്ട ഗുഡ്വിൽ തുക നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ആ തുക ആർക്ക് അവകാശപ്പെട്ടതാണ്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. കാരണം അവർക്കാണ് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ നഷ്ടം വരുന്നത്. അതുകൊണ്ട് അവിടെ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ആ നഷ്ടപരിഹാര തുക നൽകേണ്ടതുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആൻഡ് കറസ്പോണ്ടിങ് ഡെബിറ്റ് ഷുഡ് ബി ഗിവൺ ടു ദ ഗെയിനിങ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഗെയിനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ കുറവ് വരുത്തിക്കൊണ്ട് ആർക്ക് കൂടുതൽ ക്യാപിറ്റൽ നൽകുന്നു? അവിടെ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ആ തുക അവർക്ക് നൽകുന്നു. അപ്പോൾ ഈ രീതിയിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുമ്പോൾ അവിടെ ഗുഡ്വില്ലിന് ഒരു ആനുപാതികമായ തുക നഷ്ടപരിഹാരമായിട്ട് ഗെയിനിങ് പാർട്ട്നേഴ്സ് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് നൽകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഗെയിനിങ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ കണ്ടുപിടിച്ചിട്ടല്ലേ ഗുഡ്വിൽ അവരുടെ ആ ഗെയിൻ ചെയ്യുന്ന പോർഷൻ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഫേമിൻ്റെ ഗുഡ്വില്ലിനെ അവരുടെ ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആ ഗുഡ്വില്ലിലുള്ള ഷെയർ ഓഫ് അല്ലെങ്കിൽ പോർഷൻ ഓഫ് കോമ്പൻസേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് അത് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ അവിടെ ഗെയിനിങ് പാർട്ട്നേഴ്സിന് ഡെബിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി? വാട്ട് വിൽ ബി ദ അഡ്ജസ്റ്റിംഗ് ജേർണൽ എൻട്രി ഫോർ അഡ്ജസ്റ്റിംഗ് ദിസ് ഗുഡ്വിൽ? So at the time of change in profit sharing ratio, the portion of goodwill gained by the partners are adjusted by passing the journal entry gaining partners capital account debted to sacrificing partners capital account. ഇതാണ് ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. ഗെയിനിങ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നഷ്ടപരിഹാര തുക ആർക്ക് കൊടുക്കുന്നതായിട്ട്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് നൽകുന്നതായിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. സോ ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജേർണൽ എൻട്രി പുതിയൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തീരുമാനിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റമുണ്ടാകുമ്പോൾ അവിടെ നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുന്ന പാർട്ട്നേഴ്സ് ഗുഡ്വില്ലിൻ്റെ പേരിൽ ഒരു നഷ്ടപരിഹാര തുക നഷ്ടം സംഭവിക്കുന്ന പാർട്ട്നേഴ്സിന് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഫേമിൻ്റെ ഗുഡ്വില്ലിന് ആനുപാതികമായിട്ടുള്ള ആ നേട്ടത്തിൻ്റെതായിട്ടുള്ള തുക അവിടെ ഗെയിനിങ് പാർട്ട്നേഴ്സ് നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് ഡെബിറ്റ് ചെയ്യുകയും കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഈസ് ഗിവൺ ടു ദ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ റേഷ്യോ ഓഫ് ദർ സാക്രിഫൈസ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്ന് വിശദമായിട്ട് കാണാം. 32ാമത്തെ ഇലിസ്ട്രേഷനായിട്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഇലിസ്ട്രേഷനാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റുമ്പോൾ നിർവഹിക്കേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു ഇലിസ്ട്രേഷൻ കാണുന്നത്. ഇവിടെ ദിനേഷ്, രമേഷ്, സുരേഷ് 3 പാർട്ട്നേഴ്സാണ്. ദിനേഷ്, രമേഷ്, സുരേഷ്. അവരുടെ ഓൾഡ് റേഷ്യോ 3:3:2 ആയിരുന്നു. But they decided to share the profits equally with effect from April 1, 2020. ഏപ്രിൽ 1, 2020 മുതൽ അവർ തുല്യ പങ്കാളികളാകാൻ തീരുമാനിക്കുന്നു. എന്ന് പറയാൻ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിൽ ബി 1:1:1. ഓൾഡ് റേഷ്യോ 3:3:2 ആയിരുന്നു. അത് ഏപ്രിൽ 1, 2020 മുതൽ അവർ 1:1:1 ആക്കാൻ തീരുമാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ദിനേശിനും രമേശിനും നഷ്ടം സംഭവിക്കുന്നു. കൂടുതൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് തുടർന്ന് ആർക്ക് കിട്ടുന്നു? സുരേഷിന് കിട്ടുന്നു. കാരണം തുല്യ പങ്കാളികളാകാൻ തീരുമാനിച്ചു. നേരത്തെ ദിനേഷിനും രമേഷിനും തുല്യമായിട്ട് കിട്ടിയിരുന്നെങ്കിലും സുരേഷിന് 2/8 കിട്ടിയിരുന്നുള്ളൂ. ദിനേഷിനും രമേഷിനും 3/8 ലാഭം കിട്ടിയിരുന്നപ്പോൾ 2/8 മാത്രമേ സുരേഷിന് കിട്ടുന്നുള്ളൂ. എന്നാൽ തുടർന്ന് ഏപ്രിൽ 1, 2020 മുതൽ അവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആകാൻ തീരുമാനിക്കുമ്പോൾ അവിടെ
ദിനേശിനും രമേശിനും നഷ്ടം സംഭവിക്കുകയും അല്ലെങ്കിൽ അവിടെ സാക്രിഫൈസിലൂടെ ആർക്ക് ഗെയിൻ ലഭിക്കുന്നു? സുരേഷിന് ഗെയിൻ ലഭിക്കുകയും ചെയ്യുന്നു. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ദിനേശിനും രമേശിനും കുറവ് സംഭവിക്കുകയും എന്നാൽ സുരേഷിന് ഇനി മുതൽ അധിക ലാഭം അല്ലെങ്കിൽ കൂടുതൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ലഭിക്കുന്നു. അവരുടെ ആ ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള അല്ലെങ്കിൽ അതിന് മുൻപുള്ള ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/3/2020. ഏപ്രിൽ 1, 2020 മുതലാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നത്. അപ്പോൾ 31/3/2020 അവരുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അസറ്റ്സ് നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് 40,000, ബിൽസ് റിസീവബിൾ 50,000, സൺട്രി ഡെപ്റ്റേഴ്സ് 60,000, സ്റ്റോക്ക് 1,20,000, ഫിക്സഡ് അസറ്റ്സ് മൊത്തത്തിൽ തന്നിരിക്കുകയാണ്. ഫിക്സഡ് അസറ്റ്സ് 2,80,000. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട് 1,50,000 ലയബിലിറ്റി ആയിട്ട്. ദെൻ ജനറൽ റിസർവ് 80,000 നിലവിലുണ്ട്. ദെൻ പാർട്ട്നേഴ്സ് ലോൺ ഉണ്ട്. ദിനേശും രമേശും സ്ഥാപനത്തിലേക്ക് ലോൺ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവ ലയബിലിറ്റി സൈഡിൽ വന്നിരിക്കുന്നത്. പാർട്ട്നേഴ്സ് ലോൺ ദിനേശ് 40,000, രമേശ് 30,000. അപ്പോൾ അത് പാർട്ട്നേഴ്സിനോടുള്ള ലയബിലിറ്റിയാണ്. ദെൻ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് മൂന്നാളുടേതും. ദിനേശ് 1 lakh, രമേശ് 80,000 ആൻഡ് സുരേഷ് 70,000. അങ്ങനെ 2,50,000 ഇപ്പോൾ നിലവിൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. 5,50,000 ഈസ് ദ ടോട്ടൽ ഓഫ് ബാലൻസ് ഷീറ്റ്. ഇറ്റ് വാസ് ഓൾസോ ഡിസൈഡഡ് ദാറ്റ് ദ ഫിക്സഡ് അസറ്റ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് ₹3,31,000. ഫിക്സഡ് അസറ്റിൻ്റെ വില 3,31,000 എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വില വർധനവാണ്. നമുക്കറിയാം അതിലൂടെ 51,000 വില വർധനവുണ്ടായിട്ടുണ്ട്. ദെൻ സെക്കൻഡ്ലി എ പ്രൊവിഷൻ ഓഫ് 5% ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് ബി മെയ്ഡ് ഓൺ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ 5%. ദെൻ the goodwill of the firm at this date was valued at 4.5 years purchase of the average net profits of last 5 years, which were rupees 14,000, rupees 17,000, rupees 20,000, rupees 22,000, rupees 27,000 respectively. കഴിഞ്ഞ 5 വർഷങ്ങളിലെ ലാഭം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഫേമിൻ്റെ ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4.5 വർഷത്തെ പർച്ചേസ് ആയിട്ടാണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എടുക്കുക, അതിനെ 4.5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഫേമിൻ്റെ ഗുഡ്വിൽ ലഭിക്കും. ഫേമിൻ്റെ ഗുഡ്വിൽ കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഗുഡ്വിൽ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന ഗുഡ്വിൽ തുക കണ്ടുപിടിക്കും, അഡ്ജസ്റ്റ് ചെയ്യും വേണം. ദെൻ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് റെഡ്യൂസ്ഡ് ടു ₹1,12,000. സ്റ്റോക്കിൻ്റെ പുതുക്കിയ വില 1,12,000 ആണ്. വില കുറയുന്നു. ഗുഡ്വിൽ വാസ് നോട്ട് ടു അപ്പിയർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ്വിൽ കാണിക്കേണ്ടതില്ല. നമുക്കറിയാം ഗെയിനിങ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തുകൊണ്ട് ദെൻ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടാണ് ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ്വിൽ കണക്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ദെൻ പാസ് ദ നെസസറി ജേർണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആൻഡ് ദ റിവൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം. അപ്പോൾ ആവശ്യമുള്ള ജേർണൽ എൻട്രീസ് എഴുതേണ്ടതുണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തുടങ്ങിയ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കണം. ദെൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തിയതിന് ശേഷമുള്ള പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ചില കാൽക്കുലേഷൻസ് നിർവഹിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ തന്നിട്ടുണ്ട്. അതായത് പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:3:2 ആയിരുന്നു. തുടർന്ന് ഈക്വൽ പാർട്ട്നേഴ്സ് ആകാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുന്നതിലൂടെ അവിടെ ആർക്കൊക്കെ ഗെയിൻ ലഭിക്കുന്നു, ആർക്കൊക്കെ സാക്രിഫൈസ്, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തിരിയും. അവിടെ ആദ്യ 2 പാർട്ട്നേഴ്സിന് ഗെയിൻ ആദ്യ 2 പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് ആണ്. ദെൻ തേർഡ് പാർട്ട്ണർക്കാണ് അവിടെ ഗെയിൻ ലഭിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെയും സാക്രിഫൈസും ഗെയിനും നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ അതോടൊപ്പം തന്നെ ഫേമിൻ്റെ ഗുഡ്വിൽ കണ്ടുപിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഗുഡ്വില്ലിൻ്റെ എമൗണ്ട്, ഗെയിൻ ചെയ്യുന്ന ഗുഡ്വില്ലിൻ്റെ തുക കണ്ടുപിടിക്കുകയും വേണം. സോ ആദ്യമായിട്ട് നമുക്ക് ഗെയിൻ അല്ലെങ്കിൽ സാക്രിഫൈസ് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ദിനേശ് ഈസ് ടു രമേശ് ഈസ് ടു സുരേഷ് സമം 3:3:2. ന്യൂ റേഷ്യോ ആകട്ടെ 1:1:1 ആണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ദിനേശിന് നമുക്കറിയാം സാക്രിഫൈസ് ആണുള്ളത്.
ദിനേശിനും രമേശിനും സാക്രിഫൈസ് ആണ് കുറയുകയാണ് ചെയ്തത്. ആർക്ക് ഗെയിൻ ലഭിക്കുന്നു? അതായത് മൂന്നാമത്തെ പാർട്ട്ണറായിട്ടുള്ള സുരേഷിന് ഗെയിൻ ലഭിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ദിനേശിൻ്റെ സാക്രിഫൈസ് പഴയ റേഷ്യോയിൽ നിന്നും ന്യൂ റേഷ്യോ മൈനസ് ചെയ്താൽ സാക്രിഫൈസ് നമുക്ക് ലഭിക്കും. അപ്പോൾ 3/8 കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് ഇപ്പോൾ എത്ര കിട്ടുന്നത്? 1/3 ആണ്, 1/3 ആണ്. അപ്പോൾ 3/8 മൈനസ് 1/3 സാക്രിഫൈസ് എന്ന് പറയുന്നത് ഓൾഡ് ഷെയറിൽ നിന്നും ന്യൂ ഷെയർ കുറയ്ക്കുന്നതാണ്. 3/8 ആണ് ദിനേശിൻ്റെ ഓൾഡ് ഷെയർ, അതിൽ നിന്ന് 1/3 മൈനസ് ചെയ്യുന്നു, ന്യൂ ഷെയർ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 24 LCM ആയിട്ട് എടുക്കാം, 24 ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. ദെൻ 24ൽ 8 3 പ്രാവശ്യം 3 9 മൈനസ് ദെൻ 3 8 പ്രാവശ്യം 8 8 9 മൈനസ് 8/24 1/24. ദിനേശിൻ്റെ സാക്രിഫൈസ് 1/24. രമേശിൻ്റെ സാക്രിഫൈസും അത് തന്നെ ആണ്, നമുക്കറിയാം. 3/8 ആയിരുന്നു അയാൾക്കും ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 1/3 മൈനസ് ചെയ്താൽ അയാളുടെയും സാക്രിഫൈസ് എത്ര തന്നെയാണ്? 1/24 ആണ്. അപ്പോൾ ദിനേശും രമേശും സാക്രിഫൈസ് ചെയ്യുന്നു, അത് ആരുടെ ഗെയിനായിട്ട് മാറുന്നു? സുരേഷിൻ്റെ ഗെയിനായിട്ട് മാറുന്നു. അപ്പോൾ സുരേഷിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ന്യൂ റേഷ്യോ ആണ് അധികമുള്ളത്. ന്യൂ റേഷ്യോയിൽ നിന്നും വേണം ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്യാൻ, കാരണം ഗെയിൻ ആകുമ്പോൾ ന്യൂ റേഷ്യോ ആണ് കൂടുതലുള്ളത്. ഇപ്പോൾ ന്യൂ റേഷ്യോ എത്രയാണ്? 1/3 ആണ്. അതിൽ നിന്നും അയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന സുരേഷ് നേരത്തെ ഉണ്ടായിരുന്നത് 2/8 ആണ്. ന്യൂ റേഷ്യോയിൽ നിന്നാണ് ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്യുക, കാരണം സുരേഷിന് ഗെയിനാണ്. അപ്പോൾ 24 തന്നെ LCM ആയിട്ട് എടുക്കുന്നു. 3 8 പ്രാവശ്യം 8 8 മൈനസ് 8 24 3 പ്രാവശ്യം 3 2 6 8 മൈനസ് 6/24 2/24. അപ്പോൾ നോക്കുക, ദിനേശ് 1/24 രമേശ് 1/24 കൊടുത്തിട്ട് 2/24 ആർക്ക് അധികം ലഭിക്കുന്നു? സുരേഷിന് ലഭിക്കുന്നു. അപ്പോൾ ദിനേശിൻ്റെ സാക്രിഫൈസ് 1/24, രമേശിൻ്റെയും 1/24. അത് ആരുടെ ഗെയിനായിട്ട് മാറുന്നു? സുരേഷിൻ്റെ ഗെയിൻ. അപ്പോൾ സുരേഷിൻ്റെ ഗെയിൻ 2/24. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കോമ്പൻസേഷൻ നിർണ്ണയിക്കാൻ വേണ്ടി, ഗുഡ്വില്ലിൻ്റെ പോർഷൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഗെയിനും സാക്രിഫൈസ് നമ്മൾ ഗുഡ്വിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അവിടെ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് പ്രോഫിറ്റ് കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് എടുക്കുക, ഡിവൈഡ് ബൈ 5. അപ്പോൾ 1 lakh ആണ്, ഡിവൈഡ് ബൈ 5 20,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് 20,000 ആണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലാണ് നമ്മളിവിടെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ്വിൽ എന്ന് പറയുന്നത് 4.5 വർഷത്തേക്കുള്ള പർച്ചേസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ 4.5 വർഷത്തെ പർച്ചേസ് എന്ന് പറയാൻ 20,000 ഇൻറ്റു 4.5, ദറ്റ് ഈസ് 90,000. ദെൻ സുരേഷിൻ്റെ ഗെയിൻ, ഗുഡ്വില്ലിൽ ഉള്ള ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന ഗെയിൻ എന്ന് പറയുന്നത് 90,000 ഇൻറ്റു 2/24 ആണ് ഗെയിൻ ലഭിക്കുന്നത്. നമ്മൾ ഗെയിൻ കണ്ടുപിടിച്ചിരുന്നു 2/24. അപ്പോൾ 90,000 ഫേമിൻ്റെ ഗുഡ്വില്ലിനെ അയാളുടെ ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 7,500 രൂപയാണ് ആര് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? സുരേഷ് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത്. ഗുഡ്വില്ലിൻ്റെ പേരിൽ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന്, കാരണം സുരേഷിന് ഗെയിൻ ലഭിക്കുന്നു, അതുകൊണ്ട് അവിടെ ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഗെയിനിന് ആനുപാതികമായിട്ടുള്ള ഗുഡ്വിൽ തുകയാണ് അയാൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഫേമിൻ്റെ ഗുഡ്വിൽ 90,000 ആണ്. ആ 90,000നെ നമ്മുടെ സുരേഷിൻ്റെ ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ 2/24 കൊണ്ട്, ദെൻ ദ എമൗണ്ട് വിൽ ബി 7,500. ആ 7,500ൽ എത്ര രൂപ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം? അവിടെ തുല്യമായിട്ടാണ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത്. 1:1 സാക്രിഫൈസ് ചെയ്യുന്നത്, അല്ലേ? 1/24 ആൻഡ് 1/24 ആണ് അവിടെ സാക്രിഫൈസ്. അപ്പോൾ ദിനേഷിൻ്റെ സാക്രിഫൈസ് 90,000ൻ്റെ 1/24 ആണ്. 90,000ൻ്റെ 1/24, അതായത് 7,500ൻ്റെ പകുതി ആർക്ക് കിട്ടും? ദിനേഷിന് കിട്ടും. അതായത് 3,750 ദിനേഷിനും ബാക്കി 3,750 ആർക്ക്? രമേശിനും ലഭിക്കും. 7,500 ആണ് നഷ്ടപരിഹാര തുകയായിട്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റമുണ്ടാകുന്നതിലൂടെയുള്ള നഷ്ടം നികത്തുന്നതിന് വേണ്ടി ദിനേഷിനും രമേശിനും കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ 7,500ൻ്റെ പകുതി പൈസ ആർക്ക് ലഭിക്കും? ദിനേഷിന് കിട്ടും, ബാക്കി പകുതി രമേശിന് കിട്ടും. ഇപ്പം 90,000ൻ്റെ 1/24 ആണ് അപ്പോൾ ആർക്ക് കിട്ടേണ്ടത്? ദിനേഷിന്. രമേശിനും അത് തന്നെ കിട്ടണം, 3,750. അപ്പോൾ 7,500 ആര് കൊണ്ടുവരുന്നു? കൊണ്ടുവരികയല്ല, ക്യാപിറ്റലിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട തുക 7,500. അത് ആർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം? ദിനേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനും രമേശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനും 3,750 വെച്ച്
കാരണം അവരുടെ സാക്രിഫൈസ് തുല്യമാണ്, 1:1 1/24 അവരുടെ രണ്ടാളുടെയും സാക്രിഫൈസ്. അതിലൂടെയാണ് 2/24 ഗെയിൻ സുരേഷിന് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ദിനേശും രമേശുമാണ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഈ ഗുഡ് വിൽ തുക ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ ഡെബിറ്റ് ഷുഡ് ബി ഗിവൺ ടു ദ ഗെയിനിങ് പാർട്ട്ണർ, ദറ്റ് ഈസ് സുരേഷ്. സുരേഷ് ഗെയിൻ ചെയ്യുന്നത് ഗുഡ് വില്ലിൻ്റെ 7,500 രൂപയാണ്. ഓക്കെ, ദെൻ നമുക്ക് ജേർണൽ എൻട്രീസിലേക്ക് കടക്കാം. ജേർണൽ എൻട്രീസിൽ ആദ്യം ഫിക്സഡ് അസറ്റിൻ്റെ വില വർദ്ധിക്കുന്നു. ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ 51,000 ടു റിവാലുവേഷൻ അക്കൗണ്ട് 51,000. ഫിക്സഡ് അസറ്റിൻ്റെ വില വർദ്ധിക്കുന്നു. പുതുക്കിയ വില 3,31,000 ആണെന്ന് പറയുന്നു. തന്നിരുന്ന ബാലൻസ് ഷീറ്റിൽ 2,80,000 ആയിരുന്നു. അപ്പോൾ ആ ഡിഫറൻസ് ഉള്ള തുക 51,000 ആണ് അവിടെ ഫിക്സഡ് അസറ്റിൻ്റെ വില വർദ്ധിക്കുന്നത്. ദെൻ രണ്ടാമതായിട്ട് നമുക്കറിയാം അസറ്റ് കുറയുന്നുണ്ട്, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം. കാരണം ഫലത്തിൽ രണ്ടും എന്താണ്, അസറ്റ് കുറയുന്ന പോലെയാണ്. സ്റ്റോക്കും ഡെപ്റ്റേഴ്സും കുറയുന്നത് പോലെ കണക്കാക്കിയാൽ മതി. അതുകൊണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഡെപ്റ്റേഴ്സ് കുറയുന്നതായിട്ട് കണക്കാക്കിയാലും മതി, അല്ലെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും പരിഗണിക്കാവുന്നതാണ്. സോ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 11,000 ടു സ്റ്റോക്ക് അക്കൗണ്ട് 8,000. 8,000 സ്റ്റോക്കിൻ്റെ വില കുറയുന്നു. അതായത് പുതിയക്ക് വില 1,12,000 ആണ് പറയുന്നത്. എന്നാൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ 1,20,000 ഉണ്ട്. ആ ഡിഫറൻസ് എമൗണ്ട് 8,000 സ്റ്റോക്കിൻ്റെ വില കുറയുന്നു. ദെൻ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് 5% ആണ് അല്ലേ. 5% ഓഫ് 60,000, ദറ്റ് ഈസ് 3,000. അങ്ങനെ 11,000 റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അത്രയും പ്രോഫിറ്റ് കുറയുന്നു റീവാലുവേഷനിൽ. സോ ഡിക്രീസ് ഇൻ അസറ്റ്സ് ആയിട്ടാണ് നമ്മളവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫിക്സഡ് അസറ്റിൻ്റെ വില കൂടി, സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞു, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും റീവാലുവേഷൻ ആവശ്യമുള്ളൂ. അപ്പോൾ റീവാലുവേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് ഇവിടുന്ന് തന്നെ അറിയാം. അവിടെ പ്രോഫിറ്റ് ആണല്ലേ, കാരണം ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന 51,000 ആണ്, ഡെബിറ്റ് ചെയ്തിരിക്കുന്ന 11,000 ആണ്. സോ ദാറ്റ് ഡിഫറൻസ് 40,000 വിൽ ബി ദ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ. ആ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട്. ഇവിടെ 3 ഓൾഡ് പാർട്ട്നേഴ്സും ഉണ്ട്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് 3 പേർക്കും എന്താണ്, റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യണം. സോ 3:2 റേഷ്യോയിൽ, അവരുടെ ഓൾഡ് റേഷ്യോയിലാണ് അവിടെ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 40,000 ടു ദിനേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 15,000 ടു രമേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 15,000 ടു സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. അതായത് നമ്മൾ പറഞ്ഞ പോലെ 3:2 എന്നുള്ള അവരുടെ ഓൾഡ് റേഷ്യോയിൽ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് വീതിക്കുന്നു. ദെൻ അടുത്തായിട്ട് നമുക്ക് ജേർണൽ എൻട്രീസ് ആവശ്യമുള്ളത് റിസർവ് ഷെയർ ചെയ്യേണ്ടതുണ്ട്. റിസർവ് ഷെയർ ചെയ്യുമ്പോൾ ജനറൽ റിസർവ് 80,000 ആണ് ബാലൻസ് ഷീറ്റിൽ നൽകിയിരിക്കുന്നത്. അത് 3:2 റേഷ്യോയിൽ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റുമ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 80,000 ടു ദിനേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 3/8 ദിനേഷിന് കിട്ടും 30,000. ടു രമേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 30,000 ആൻഡ് സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 20,000. അപ്പോൾ അവിടെ റിസർവ് 3:2 റേഷ്യോയിൽ വീതിച്ചു. ഓൾഡ് റേഷ്യോയിൽ റിസർവ് വീതിച്ച എൻട്രിയാണത്. ദെൻ അടുത്തായിട്ട് എന്ത് ചെയ്യണം, ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഗുഡ് വിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഗെയിനിങ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് കൊടുക്കണം. ഇവിടെ സുരേഷിനാണ് ഗെയിൻ. അതുകൊണ്ട് സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ കണ്ടുപിടിച്ച ഗുഡ് വിൽ തുക 7,500. അതായത് ഫേമിൻ്റെ ഗുഡ് വില്ലിനെ 90,000 ഈ പറയുന്ന സുരേഷിൻ്റെ ഗെയിന് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 2/24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 7,500 കണ്ടുപിടിച്ചത്. അതാണ് നഷ്ടപരിഹാര തുക. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റുന്നതിലൂടെ അവിടെ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ഗെയിനിങ് പാർട്ട്ണർ നൽകേണ്ടത് നഷ്ടപരിഹാര തുകയാണ് ഇവിടെ ഗുഡ് വിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ 7,500 ആണ് സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, കാരണം അയാൾ നൽകേണ്ടതാണ്. അയാളുടെ ക്യാപിറ്റൽ അത്രയും കുറവ് വരുന്നു. അത് ആർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം, സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന്. ടു ദിനേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് പകുതി 1/24 ആയിരുന്നു അയാളുടെ സാക്രിഫൈസ്, രണ്ടാളുടേതും തുല്യമാണ്. അപ്പോൾ 3,750 ദിനേഷിന് കിട്ടും. ടു രമേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,750. സോ ഗുഡ് വിൽ അഡ്ജസ്റ്റഡ് ഓൺ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റുമ്പോൾ ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ജേർണൽ എൻട്രിയാണ്. ജേർണൽ എൻട്രി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതായത് ഗെയിനിങ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തു. ദെൻ
സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുത്തു. ആ രീതിയിലാണ് ഗുഡ് വിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. റീവാലുവേഷൻ അക്കൗണ്ടിൽ നമുക്കറിയാം ഫിക്സഡ് അസറ്റിന് വില വർദ്ധിക്കുന്നതേ ഉള്ളൂ, ക്രെഡിറ്റ് ചെയ്യേണ്ടത് 51,000. എന്നാൽ സ്റ്റോക്ക് വില കുറയുന്നു 8,000 ഡെബിറ്റ് ചെയ്യണം. അതുപോലെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് 3,000. അങ്ങനെ 11,000 ഡെബിറ്റ് സൈഡിലും 51,000 ക്രെഡിറ്റ് സൈഡിലും നമുക്കറിയാം. അപ്പോൾ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ എത്രയാണ്? 40,000 ആണ്. ആ 40,000 ഏത് അനുപാതത്തിൽ വീതിക്കണം? നമ്മൾ കണ്ടു 3:3:2. അപ്പോൾ 15,000 ദിനേശിനും രമേശിനും 15,000 സുരേഷിനും 10,000 ആയിട്ട് 40,000 പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഷെയർ ചെയ്യണം. ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കാം. ദെൻ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3 പേരുടെയും ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ നൽകിയിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ദിനേശിന് 1 lakh, രമേശിന് 80,000, സുരേഷിന് 70,000. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഏതൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? റിവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ട്, റിസർവ് ഉണ്ട്, ദെൻ ഗുഡ് വില് ആർക്കൊക്കെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള അവിടെ ദിനേശിനും രമേശിനും ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 ഐറ്റമാണ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ആദ്യമായിട്ട് നമുക്ക് ഗുഡ് വില് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഗുഡ് വിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് എന്തിനായിരുന്നു? സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനാണ്. അതുകൊണ്ടാണ് ഇവിടെ സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരുന്നത്. അവിടെ ഗുഡ് വില്ലാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അവിടെ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ദിനേശിന് 3,750, രമേശിന് 3,750 ഗുഡ് വില്ലിൻ്റെ പേരിൽ കിട്ടേണ്ടതുണ്ട്. ദെൻ റിവാലുവേഷൻ്റെ പ്രോഫിറ്റ് 3 ആൾക്കുമായിട്ട് വിധിച്ചു 15,000, 15,000, 10,000. ദെൻ റിസർവ് 30,000, 30,000, 20,000 വീതിച്ചു. ഇത്രയുമാണ് അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ നമുക്കറിയാം ദിനേശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും കുറവ് വരും. കാരണം ദിനേശ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ട് ഗുഡ് വില്ലിൻ്റെ പേരിൽ. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 2 എൻട്രി ആയിട്ടാണ് വരിക. കാരണം ജേണൽ എൻട്രി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ക്രെഡിറ്റ് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് 2 ആൾക്കും കൊടുത്തു. അപ്പോൾ അവിടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇത് കാണിക്കുമ്പോൾ 2 ഐറ്റമായിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ദിനേശ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,750, ദെൻ അതുപോലെ തന്നെ രമേശ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,750. അങ്ങനെ 7,500 രൂപ സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് കൊടുത്തു. അത് ഗുഡ് വില്ലിൻ്റെ പേരിൽ അയാളുടെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്ത തുകയാണ്. 7,500 നമ്മൾ ഡെബിറ്റ് ചെയ്ത തുക. അപ്പോൾ എല്ലാ ഐറ്റവും ആയി. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. 1,48,750, 1,28,750, 1,00,000. അതേ തുക ഡെബിറ്റ് സൈഡിൽ എഴുതാം. ദെൻ ഡിഫറൻസ് ആർക്ക് മാത്രമേ ഉള്ളൂ? സുരേഷ് മാത്രമേ ഡെബിറ്റിൽ ഐറ്റം ഉള്ളൂ. അതുകൊണ്ട് സുരേഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ തുക കുറയുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ടോട്ടൽ തന്നെയാണ് ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ദിനേശിൻ്റെ 1,48,750, രമേശിൻ്റെ 1,28,750, ദെൻ സുരേഷിൻ്റെത് 1,00,000 നിന്നും 7,500 കുറയും. അപ്പോൾ 92,500 ക്ലോസിംഗ് ബാലൻസ് സുരേഷിൻ്റെ. ഈ രീതിയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഈ തുകയാണ് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലായിട്ട് 3 പേരുടേതും പരിഗണിക്കേണ്ടത്. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അടുത്തായിട്ട് പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റിയതിന് ശേഷമുള്ള പുതിയ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ചേഞ്ചിങ് ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവിടെ അസറ്റ്സ് ഏതൊക്കെയാണ് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്യാഷിൽ മാറ്റമൊന്നും വരുന്നില്ല ഇവിടെ. കാരണം അഡ്മിഷൻ്റെ സമയത്ത് എന്നതുപോലെ ക്യാഷൊന്നും ബിസിനസ്സിലേക്ക് വരുന്നില്ല. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുന്നേ ഉള്ളൂ. അതുകൊണ്ട് ക്യാഷ് അറ്റ് ബാങ്കിൽ മാറ്റമില്ല. നേരത്തെ തന്നിരുന്ന ക്യാഷ് അറ്റ് ബാങ്ക് തന്നെയാണ് 40,000. ദെൻ ബിൽസ് റിസീവബിളിൽ മാറ്റമൊന്നുമില്ല. 50,000 തന്നെ പഴയ ബാലൻസ് ഷീറ്റിലുള്ള തുക തന്നെയാണ്. ദെൻ ഡെപ്റ്റേഴ്സിൽ നിന്നും നമുക്കറിയാം പ്രൊവിഷൻ കുറയ്ക്കണം 3,000. അങ്ങനെ 3,000 കുറയ്ക്കുമ്പോൾ 57,000 ഡെപ്റ്റേഴ്സിൻ്റെ തുക. ദെൻ സ്റ്റോക്കിൻ്റെ പുതുക്കിയ വില 1,12,000 എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റനിൽ. അതുപോലെ ഫിക്സഡ് അസറ്റിൻ്റെ പുതുക്കിയ വില 3,31,000 എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പുതുക്കിയ വില എടുക്കുന്നു നമ്മൾ. ദെൻ ക്രെഡിറ്റേഴ്സ് മാറ്റമൊന്നുമില്ല, 1,50,000 തന്നെയാണ്. ദെൻ പാർട്ട്നേഴ്സ് ലോണ് ഒരു മാറ്റവും ഇല്ല, അതേ തുക തന്നെയാണ്. ദിനേശിൻ്റെ 40,000, രമേശിൻ്റെ 30,000, 70,000. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയ ആ ക്ലോസിംഗ് ബാലൻസ് പരിഗണിക്കുക.
അവിടെ ദിനേശിന് 1,48,750, രമേശിന് 1,28,750, സുരേഷിന് 92,500. അങ്ങനെ ടോട്ടൽ 3,70,000 ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഫേമിൻ്റെ ക്യാപിറ്റൽ 3,70,000 ആണ്. ദെൻ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്ത് നോക്കുക, രണ്ട് സൈഡും തുല്യമാണെങ്കിൽ പ്രോബ്ലം ശരിയായിരിക്കും. 5,90,000 വിൽ ബി ദ ടോട്ടൽ ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന അതേ അക്കൗണ്ടിങ് പ്രൊസീജിയർ തന്നെയാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുമ്പോഴും നിർവഹിക്കേണ്ടത്. ആകെ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മാത്രമാണ് ഒരു മാറ്റമുള്ളത്. അതായത് ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഫേമിൻ്റെ ഗുഡ്വില്ലിൻ്റെ അവിടെ ഗെയിൻ ചെയ്യുന്ന പോർഷൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഗെയിനിങ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഗുഡ്വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും റിവാലുവേഷൻ ആണെങ്കിലും, റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ കാര്യമാണെങ്കിലും, ദെൻ റിസർവ്സ് പ്രൊവിഷൻ റിസർവ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസ് ഇവയുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും അഡ്മിഷൻ്റെ സമയത്ത് ചെയ്ത അതേ നടപടിക്രമങ്ങളാണ്. നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. 12 വീഡിയോ ഭാഗങ്ങളായിട്ട് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ഈ വലിയ പാഠം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ട് കൂടുതൽ ക്ലാരിറ്റി, വ്യക്തത വരുത്തുക. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. പല വർഷങ്ങളിലും എസ് എ 8 മാർക്കുള്ള എസ് എ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നാണ് ചോദിച്ചു കാണുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ 12 വീഡിയോ ഭാഗങ്ങളും നന്നായിട്ട് പല പ്രാവശ്യം ആവർത്തിച്ച് കാണുക. ഹോംവർക്കുകൾ പൂർത്തിയാക്കുക. കൂടുതൽ എക്സ്ട്രാ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ തുടർന്ന് അക്കൗണ്ടൻസിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പാഠഭാഗങ്ങളിലേക്കാണ് കിടക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ഏരിയ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ പാഠം സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ഏരിയ ആയിരിക്കും നമ്മൾ തുടർന്ന് പോകുന്നത്. അതിനുശേഷം മാത്രമേ അവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്നുള്ള പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ. വീഡിയോ ഭാഗങ്ങൾ കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.